വായനയോളം വിശാലമായ വലിയൊരു സാധ്യതയിലേക്കാണ് വായന നമ്മുടെ ബാധ്യതയാണെന്നുള്ള ബോധ്യം പകർന്നു തരികയാണ് വിശുദ്ധ ഖുർആൻ. പ്രശസ്ത ബ്രിട്ടീഷ് തത്വചിന്തകൻ ഫ്രാൻസിസ് ബേക്കണിന്റെ വാക്യം പ്രസക്തമാണ്. ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടതാണ്, ചിലത് വിടുങ്ങേണ്ടതാണ്, അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതുമാണ്. എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നതിനെ കുറിച്ചാണ് ബേക്കൺ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ നീതികളെയും നിഷ്പ്രഭമാക്കാൻ നിങ്ങളെ കയ്യിലെടുക്കുന്ന പുസ്തകത്തിന് ശേഷിയുണ്ടെന്നും അത് നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി തീർക്കുമെന്നും നിങ്ങൾക്ക് ചുറ്റും മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് വിധിക്കുമെന്നും ലിബിയൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരരായി ശബ്ദിച്ച ഉമർ മുഖ്താർ തൂക്കിലേറ്റപ്പെടും മുമ്പ് കയ്യിൽ കരുതിയ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് പല പുസ്തകങ്ങൾ കടന്നു വരട്ടെ, അങ്ങനെ നമ്മുടെ വായനയുടെ വസന്തത്തിന് തിരിലെഴുതട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം പൂമണം പരത്തും, നാളുകളെ നമുക്ക് വിസ്മയിക്കാനാകും. ടുഡേസ് ലീഡർ ഈസ് ടുമാറോസ് ലീഡർ. ഇന്നത്തെ വായനക്കാരൻ നാളത്തെ നേതാവാണെന്ന മാർഗ്രറ്റ് ഫുള്ളറിന്റെ വാക്യം നമുക്ക് പ്രചോദനമാകണം. പ്രശസ്ത കവി ശ്രീ കടമ്മനിട്ടയുടെ വാക്കുകൾ എന്റെ കാതിന് മന്ത്രിക്കുന്നു. കണ്ണ് വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മേലെയും താഴെയും, കണ്ണിലെപ്പോഴും കത്തി ജ്വലിക്കണം, ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. അകക്കണ്ണിലൂടെ പുസ്തകത്തിലേക്ക് വർണ്ണ ചിറകിലേറാൻ നമുക്ക് സാധിക്കണം.